ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനാധിപത്യം തന്നെയാണ് നല്ല ഒരു ട്രാൻസ്ഫോർമേഷനായിട്ടും വളരേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ ആ ഒരു സംസ്കാരത്തിലേക്കൊന്നും എത്തിയിരിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ജനാധിപത്യ ചിന്തകളും കാര്യങ്ങളും എല്ലാം വളരെ സജീവമായിട്ടുണ്ട്. ആ സജീവതയ്ക്കുള്ളിൽ ശരിക്കും ഇപ്പോൾ വളരെ ശക്തി പ്രാപിച്ചു വന്നിരിക്കുന്ന ജനാധിപത്യത്തിന്റെ പേരിൽ ഫാസിസം തന്നെയാണ് യഥാർത്ഥത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസിസത്തെ എതിർക്കുന്നു എന്ന് പറയുന്നവരെ ആ എതിർപ്പിന്റെ ശക്തി എന്ന് പറയുന്നത് ഫാസിസം എങ്ങനെ മറ്റുള്ളവരെ അതിക്രമിക്കുന്നുവോ അതിനേക്കാൾ ശക്തമായിട്ടാണ് ഇവരും ഏറ്റെടുക്കുന്നത്. അതിന്റെ നമ്മൾ വേറൊരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നു, സോവിയറ്റ് യൂണിയന് സോഷ്യൽ ഫാസിസം, അല്ലെങ്കിൽ ചൈനയിൽ മറ്റേ വിദ്യാർത്ഥികളെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന, അതൊക്കെ ഫാസിസമായിട്ട് പറയുന്നു. ഈ ഫാസിസമാണെന്ന് പറയുന്നവർ അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാനായിട്ട് അതിനേക്കാൾ ശക്തമായ ഫാസിസമായിട്ടാണ് വരുന്നത്. അപ്പം ഫാസിസ്റ്റുകൾ തമ്മിൽ ആര് ഫാസിസം നടപ്പിലാക്കും എന്നുള്ളൊരു മത്സരമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതല്ലാതെ മറിച്ച് അതിനകത്ത് ജനാധിപത്യത്തിൻ്റെതായ വലിയ കാര്യങ്ങളൊന്നും ചർച്ചകളിലോ മത്സരങ്ങളിലോ ഒന്നും കടന്നു വരുന്നില്ല എന്നാണ്. വാസ്തവത്തിൽ നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഒരു സമൂഹത്തിൽ ഒരു ജനാധിപത്യ സംവിധാനം വളരെ ശക്തമായിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇവിടെ വ്യത്യസ്തമായ ജാതി മത വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് ജീവിക്കുന്ന, അതായത് തൊഴിൽപരമായിട്ടും ഒക്കെ അങ്ങനെ ഒത്തിരി വിഭജനങ്ങൾ നേരിട്ടിരിക്കുന്ന ജനതയാണ്. അപ്പൊ ഈ ജനതയെ ഇപ്പൊ ജാതിയായിട്ടും ഒക്കെയാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. അല്ലാതെ എന്താണ് വലിയൊരു ജനാധിപത്യ സമൂഹമായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്. അങ്ങനെ രൂപപ്പെട്ടിട്ടുമില്ല. ഇപ്പോഴും ഒരു പേഗൻ ദേശീയത അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ്. ഈ പേഗൻ ദേശീയതയ്ക്കും അതുപോലെ തന്നെ ഈ പ്രാദേശിക ദൈവങ്ങൾക്കൊക്കെ ഒത്തിരി ജനാധിപത്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അങ്ങനെ ഒരു രൂപം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ജാതീയമായി അല്ലെങ്കിൽ അങ്ങനെ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ ജനസമൂഹത്തെ എന്താണ് ഒരു ജനാധിപത്യത്തിന്റെ ഒരു ധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ശരിക്കും ഈ സാമുദായിക സെൻസസ് എന്നൊക്കെ ഇപ്പൊ പറയുന്നില്ല, ഇപ്പൊ എല്ലാവരും അങ്ങനെ കൊട്ടിഘോഷിച്ചു, അത് എടുക്കുകയും അതനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായിട്ട് എന്താണ് സർക്കാർ ജീവനക്കാരാവുന്നതിനും ഭരണ നിർവഹണ കാര്യങ്ങൾ നടത്തുന്നതിലും നിയമനിർമ്മാണ സഭകളിലേക്കുമൊക്കെ കൃത്യമായിട്ട് ആ ജനസംഖ്യ ആനുപാതികമായി ഓരോരുത്തർക്കും മത്സരിക്കാനായിട്ടുള്ള സീറ്റുകൾ സംവരണം ചെയ്യപ്പെടുകയും അങ്ങനെ സംവരണം ചെയ്യപ്പെട്ടു വരുമ്പോൾ എല്ലാത്തരം ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം, എല്ലാവരുടെയും പങ്കാളിത്തം നമ്മളുടെ നിയമനിർമ്മാണ സഭകളിലും ഉദ്യോഗസ്ഥ മേഖലകളിലും സ്ഥാപിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സമൂഹമായി പരിണമിക്കുന്നതിന്റെ ആദ്യ പടി എന്നൊക്കെ പറയാവുന്നത്. അല്ലാത്തടത്തോളം കാലം ഇപ്പോൾ ഇവിടെ സംവരണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ജയിച്ചു പോയി കഴിഞ്ഞാലും അയാൾ ഏത് സമൂഹത്തിന് വേണ്ടി സംവരണീയനായിരിക്കുന്നുവോ ആ സമൂഹത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാനായിട്ടോ ഒന്നും പറയാൻ പോലും ഒന്നും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അതിപ്പോ നമ്മളുടെ ഈ എന്താണ് ശ്രീമൂലം പ്രജാ അസംബ്ലിയെ പറ്റി കേട്ടിട്ടുണ്ട്. ശ്രീമൂലം പ്രജാ അസംബ്ലി വാസ്തവത്തിൽ ഇന്നത്തെ ജനാധിപത്യ അസംബ്ലിയെക്കാളും കുറച്ചുകൂടി ഈ പറയുന്ന സാമുദായിക പ്രാതിനിധ്യം കൊടുത്തിരുന്ന ഒരു അസംബ്ലി ആയിട്ടാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇവിടുത്തെയുള്ള എല്ലാ സമുദായ വിഭാഗങ്ങൾക്കും രണ്ടോ അതിലധികമോ പ്രതിനിധികൾ അന്ന് ശ്രീമൂലം പ്രജാ അസംബ്ലിയെ പ്രതിനിധീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ജനാധിപത്യ എന്ന് ഘോഷിക്കുന്ന നമ്മളുടെ ഒരു ഭരണ സംവിധാനം വന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ കേരള നിയമസഭയിലോ ഇന്ത്യൻ പാർലമെന്റിലോ ഇവിടെയുള്ള പ്രാതിനിധ്യം കിട്ടുന്ന ജനവിഭാഗത്തെക്കാൾ കൂടുതൽ പ്രാതിനിധ്യം കിട്ടാത്ത ഒട്ടേറെ ദേശീയ അല്ലെങ്കിൽ ജാതീയ സമൂഹങ്ങളാണ് ഇന്നിപ്പോൾ മാറി നിൽക്കപ്പെടേണ്ടി വരുന്നത്. അവർക്കൊന്നും ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു ഡയറക്ടർ ബോർഡിലേക്ക് പോലും മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കാനോ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ജാതിയിലും മതത്തിലും സമുദായത്തിലും മാത്രം കേന്ദ്രീകൃതമായിട്ടാണ് അവരുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. പറച്ചിലും മൈക്ക് വിട്ട് വെച്ച് പറയുമ്പോഴൊക്കെ എന്ത് ചെയ്യും ഇവര് ആ ജാതിക്കതീതം, വലിയ പുരോഗമനത്തിൻ്റെത്, നമ്മൾ ലോകത്തിലെ നമ്പർ 1 ആണ്, ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ അതിന്റെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടക്കുന്നത്. അത് വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും ജനാധിപത്യപരം അല്ലാത്തതായ ഒരു സമീപനങ്ങളെ മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാരും. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ ഇവിടുത്തെ സാമുദായിക സംഘടനകളായിക്കോട്ടെ ഇവരെല്ലാവരും
ഫാസിസത്തിനെതിരെ പറഞ്ഞ് മറ്റൊരു ഫാസിസം നടപ്പിലാക്കുകയാണ് ഭാരതത്തിൽ ചെയ്യുന്നത്. ഇനി ഈ നമ്മളുടെ നവോത്ഥാനത്തിന്റെ ചരിത്രമൊക്കെ എടുക്കുമ്പോഴേ മനസ്സിലാക്കാം. ഇവിടെ പണ്ടൊരു ഒരു സവർണ ജാഥ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് നടന്നത്. അപ്പൊ പാർലമെന്റിൽ കുമാരനാശാൻ ഒരു ഇത് അവതരിപ്പിച്ചിരുന്നു. നമ്മളുടെ വഴിയെ നടക്കുന്നതിനും അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രപ്രവേശനം വിളംബരം പോലെയൊക്കെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ടൊരു ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഈഴവ MLA-യുടെ വോട്ടിന്റെ പേരിൽ ഒരൊറ്റ വോട്ടിന്റെ പേരിലാണ് ആ ബില്ല് പരാജയപ്പെട്ടു പോകുന്നത്. അപ്പം നമ്മൾ സവർണൻ എന്ന് അധിക്ഷേപിക്കുന്നവരെക്കാളും ഞാൻ അവർണനാണ് എന്ന് പറയുന്നവരുടെ ജാതിബോധമാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല, മഹാരാജാസ് കോളേജിൽ സവർണനായിരിക്കുന്ന ഒരു കുട്ടി ദളിതരിയ്ക്കുന്നിടത്തേക്ക് വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദളിതരായിട്ടുള്ള ഒരു മുഴുവൻ എണീറ്റ് പോയി എന്ന് പറയുന്ന സംഭവം ഈ സമീപകാലത്തൊക്കെ ഉണ്ടായെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ അത് വലിയ വാർത്തകളിൽ വരുന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, വളരെ ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലൊന്നും അല്ല ജനാധിപത്യ സമൂഹം രൂപകൽപ്പന ചെയ്യേണ്ടതും ഡെവലപ്പ് ചെയ്തുകൊണ്ടത്. പണ്ട് കാലത്ത് ഒരു സവർണന്മാര് നടത്തിയിരുന്ന ആ അതിക്രമത്തിനെതിരെ ഇന്നത്തെ ആ സമുദായത്തിൽ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ജനിച്ചു പോയതിന്റെ പേരിൽ അവരെയൊക്കെ നമ്മൾ ആക്രമിക്കാനായിട്ട് ചെല്ലുക എന്ന് പറയുന്നതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും യോജിച്ച കാര്യങ്ങളല്ല. അത്തരത്തിലല്ല താനും ജനാധിപത്യത്തെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. ചിന്താഗതികളിൽ എങ്ങനെ പരിവർത്തനം ഉണ്ടാക്കി എല്ലാ മനുഷ്യർക്കും ജാതീയമായിരിക്കുന്ന അസ്പൃശ്യതകളില്ലാതെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാനും പൊതു ഇടങ്ങളിൽ ഒന്നിച്ചു ചേരാനും പൊതു ഇടങ്ങളിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും പൊതു ബസ്സുകളിൽ യാത്ര ചെയ്യാനും ഒക്കെ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക, നമുക്കെല്ലാവർക്കും വിഭവങ്ങൾ സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന വിഭവങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാർശ്വവൽക്കരണമില്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് കഴിയുക, അങ്ങനെയൊക്കെ കഴിയുന്ന തരത്തിലേക്ക് ജനാധിപത്യത്തെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം.